ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും റെയിൻ ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോകളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ആന്തൂറിയം പ്ലാന്റ് എങ്ങനെ പോട്ട് ചെയ്യാം എന്നാണ് കേട്ടോ. അപ്പം ഈ ഒരു റെഡ് കളർ പൂക്കൾ തരുന്ന ആന്തൂറിയത്തിന് പ്ലാന്റാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത്. മാത്രമല്ല, ആന്തൂറിയം പ്ലാന്റിൻ്റെ ലീഫുകളാണ് ഇതുപോലെ പൂക്കളായിട്ട് മാറുന്നത്. എല്ലാ സീസണിലും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ആന്തൂറിയം. അപ്പോൾ അത് നടാനായിട്ട് എടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പം ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ 4 സാധനങ്ങളാണ് കേട്ടോ. ഒന്ന് നമ്മുടെ ഈ ഒരു ഓടും കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പ്ലാന്റിൻ്റെ ചുവട്ടിൽ എപ്പോഴും നല്ല രീതിയിൽ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ എടുക്കുന്നത്. കുറച്ച് ചകിരിത്തൊണ്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് കുറച്ച് സമയം, അതായത് 2-3 ദിവസം വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ കറയൊക്കെ കളഞ്ഞെടുത്ത തൊണ്ടാണ്. കുറച്ച് ചാണകപ്പൊടിയും പിന്നെ മണലുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പ്ലാന്റ് നടാനായിട്ട് ഞാൻ മണ്ണ് ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല, മണലും ചാണകപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ 5 പ്ലാസ്റ്റിക് ചട്ടികളിലാണ് ഞാൻ പ്ലാന്റ് പോട്ട് ചെയ്യുന്നത്. അപ്പോൾ ചട്ടി എടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഡ്രെയിനേജ് ഹോള് നല്ല രീതിയിൽ ഓപ്പൺ ആക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഞാൻ കുറച്ച് ആന്തൂറിയത്തിൻ്റെ ഇതുപോലുള്ള കട്ടിങ്സ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ വേരൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്താണ് ഇത് ഞാൻ നട്ടു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഓടും കഷ്ണങ്ങളാണ് കേട്ടോ. ഓടും കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ചകിരിത്തൊണ്ടാണ് എടുക്കുന്നത്. അതും ആ ഒരു ചട്ടിയുടെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു ചെടി അതിൻ്റെ നടുവിലായിട്ടാണ് നടുന്നത്. അപ്പം സൈഡിൽ കൂടെ ഇങ്ങനെ തൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കരിക്കട്ടയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ കരിയില്ല. അതിനുശേഷം ഞാൻ ആ മണലും ചാണകപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ. അപ്പം മണലാകുമ്പോൾ നന്നായിട്ട് വെള്ളം ഇതിൽ നിന്ന് വാർന്നു പോവുകയും ചെയ്യും. തൊണ്ടും ഓടും കഷ്ണവും വെക്കുമ്പോൾ അതിൻ്റെ ഈർപ്പം നിലനിൽക്കും. മാത്രമല്ല, ചാണകപ്പൊടി അതിനൊരു വളവുമാകും. അങ്ങനെയാണ് നടുന്നത്. അപ്പം ഞാൻ ചകിരിയും ആ ഒരു ഓടും കഷ്ണങ്ങളും ഇട്ട പോട്ടിലേക്ക് അതിൻ്റെ നടുവിലായിട്ട് നമ്മുടെ ആ ഒരു ചെടി ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ അതൊന്ന് നേരെ നിർത്തുന്നുണ്ട് കേട്ടോ. ചകിരിത്തൊണ്ടും അതുപോലെ തന്നെ ആ ഒരു ഓടും കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് അതിലേക്ക് ആ ഒരു മണലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ മണ്ണ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം മണ്ണ് കുറച്ച് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒട്ടും തന്നെ എടുക്കുന്നില്ല. മണലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നു. ബാക്കി സ്ഥലത്തു കൂടി നമുക്ക് ആ ഒരു ചകിരിത്തൊണ്ട് വെച്ചാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നേരെ നിൽക്കാനായിട്ട് നമ്മൾ വെക്കുന്ന ചകിരിത്തൊണ്ടും അതുപോലെ തന്നെ ഓടും കഷ്ണങ്ങളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം ഇത് പ്ലാന്റ് നേരെ തന്നെ നിന്നോളും. മാത്രമല്ല, ഇതുപോലെ നട്ടുകൊടുത്ത് നമ്മുടെ കാര്യം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ട് ഇത് തണലത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം നമ്മുടെ ആന്തൂറിയം പ്ലാന്റിന് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട, എന്നാൽ ചെറുതായിട്ട് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമാണ്. അപ്പോൾ ഒരു പ്ലാന്റ് കൂടെ പോട്ട് ചെയ്യാണ്. മൊത്തത്തിൽ നമ്മൾ 5 തൈകളാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു പ്ലാന്റും കൂടെ അതുപോലെ തന്നെ പോട്ട് ചെയ്യാണ്. ആദ്യം ഓടും കഷ്ണമൊക്കെ വെച്ചിട്ട് നമ്മുടെ ചകിരിത്തൊണ്ടും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ പോട്ട് ചെയ്യുന്നത് കണ്ടോളൂ നിങ്ങൾ. ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഞാനിങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ എത്ര ഒരുപാട് മണ്ണിനടിയിലേക്ക് താഴ്ത്തി ചെടി നട്ടു കൊടുത്താലും ഇതിൻ്റെ വേരുകളൊക്കെ തന്നെ വെളിയിലേക്ക് തന്നെ വരും. കാരണം ഇതിന് അന്തരീക്ഷത്തിൽ നിന്നുള്ള ആ ഒരു മൂലകങ്ങളും കൂടി ഈ ചെടിക്ക് വളരാൻ ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് തിക്കി നിറച്ച് മണ്ണൊന്നും ഇട്ട് കൊടുത്ത് ഈ പ്ലാന്റ് നടേണ്ട കാര്യമില്ല കേട്ടോ. തനിയെ തന്നെ അതിൻ്റെ വേരുകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കും. ആന്തൂറിയം പ്ലാന്റുകളൊക്കെ കുറച്ച് വളർച്ച എത്തിയത് പ്ലാന്റിൻ്റെ ചുവട്ടിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അതിൻ്റെ വേരുകളൊക്കെ തന്നെ വെളിയിൽ വന്ന് നിൽക്കുന്നത്. കാരണം അവർ അന്തരീക്ഷത്തിൽ നിന്നോട് ആവശ്യമുള്ള മൂലകങ്ങൾ വലിച്ചെടുക്കും. അപ്പം നമ്മൾ നട്ടുകൊടുത്തു. അതിലേക്ക് നമ്മുടെ മണലും ചാണകപ്പൊടി ഇട്ടു. ബാക്കി നമ്മൾ തൊണ്ടും കൂടെ ഫില്ല് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആന്തൂറിയം പ്ലാന്റുകൾ തണലത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ദിവസത്തിൽ ഒരു പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതിയാവും. എങ്കിലും എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. വെള്ളം ചുവട്ടിൽ ഒരു കാരണവശാലും കെട്ടി കിടക്കാൻ പാടില്ല. ഈ പ്ലാന്റുകളെല്ലാം തന്നെ തണൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ട് പൂക്കൾ തരും കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് പോട്ട് ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകല്. അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക്